ിലേക്ക് കിടക്കുവാണ് വേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ഒരു വിഷു സമ്മാനം നമുക്ക് ശ്രീമാൻ മധുസൂദനൻ നൽകും. മധുസൂദനൻ ഓടക്കുഴൽ ഒരു എക്സ്പെർട്ടാണ്. മധുസൂദന ഒന്ന് വായിക്കൂ. വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് കൃഷ്ണ ഭക്തിഗാനം തന്നെ വായിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മധുസൂദന നന്നായിരുന്നു. അങ്ങനെ വിഷു സമ്മാനം മധുസൂദന്റേതായി കിട്ടി. ഇനി നമുക്ക് ഈ വിഷുദിനത്തിൽ ഈ വിബൽ ഹണിമൂൺ ട്രാവൽസിന്റെ ഷോ ഗംഭീരമാകണമേ. നിങ്ങൾ മൂന്നുപേരും നല്ല സ്പിരിറ്റോട് കൂടി നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്കറിയാമായിരിക്കും, എങ്കിലും ഈ വരാൻ പോകുന്ന ഈ ഫസ്റ്റ് റൗണ്ടിൽ 2 ചോദ്യങ്ങളാണ് വരിക. നിങ്ങൾ വിവാഹം കഴിച്ച് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഭാര്യയുടെ ഇഷ്ടം ഭർത്താവും ഭർത്താവിന്റെ ഇഷ്ടം ഭാര്യയും എത്രമാത്രം മനസ്സിലാക്കി അന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സൂത്രക്കളിയാണിത്. കളിക്കുന്ന ഈ കളിക്ക് തിരിക്കുന്ന പേരാണ് എന്നിഷ്ടം നിന്നിഷ്ടം. ഞാൻ പറഞ്ഞല്ലോ 2 ചോദ്യങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. അങ്ങനെ ഈ മോണിറ്റർ തെളിഞ്ഞേക്കുന്നു. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പാദരക്ഷകൾ ക്രമപ്പെടുത്തുക. ദിനാസിന് ഇഷ്ടപ്പെട്ട പാദരക്ഷകളുടെ ക്രമത്തിൽ നിന്ന് അനീഷയ്ക്ക് ഒരെണ്ണം മാത്രമേ കണ്ടെത്താനായുള്ളൂ. മധുവിന് ഇഷ്ടപ്പെട്ട പാദരക്ഷകളുടെ ക്രമത്തിൽ നിന്ന് രശ്മി 2 എണ്ണം കണ്ടെടുത്തു. സുദേശിന് ഇഷ്ടപ്പെട്ട പാദരക്ഷകളുടെ ക്രമത്തിൽ നിന്ന് ലയയ്ക്ക് ഒരെണ്ണം മാത്രമേ കണ്ടെത്താനായുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ചെറു ജീവികളെ തെരഞ്ഞെടുത്ത് ക്രമപ്പെടുത്തുക. അനീഷയ്ക്ക് ഭയമുള്ള ചെറുജീവികളിൽ നിന്ന് ദിനാസിന് ഒരെണ്ണം മാത്രമേ കണ്ടെത്താനായുള്ളൂ. രശ്മിക്ക് ഭയമുള്ള ചെറുജീവികളിൽ നിന്ന് 2 എണ്ണത്തിനെ മധു കണ്ടെത്തി. ലയയ്ക്ക് ഭയമുള്ള ചെറുജീവികളിൽ നിന്ന് ഒരെണ്ണത്തിനെ മാത്രമേ സുദേശിന് കണ്ടെത്താനായുള്ളൂ. നിങ്ങൾ 3 ദമ്പതിമാർക്ക് എന്ത് തോന്നുന്നു? ഏകദേശം ഒരുമാതിരി മനസ്സിലാക്കി തന്നെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്നൊരു ഉറപ്പുണ്ടോ? വിശ്വസിക്കാം. നിങ്ങൾക്കോ? ഇവർക്ക് പാർട്ടികളെ ഒന്നും ഇഷ്ടമല്ല. കുഴപ്പമില്ല. സ്കോർ കാണാം. ദിനാസ് അനീഷ 2, സുധീഷ് ലയ 2. നിങ്ങൾ ടൈയായി നിൽക്കുവാണ്. മധുസൂദൻ രശ്മി 4. എന്നാലും നിങ്ങൾ 2 ദമ്പതിമാർ ടൈയായി നിൽക്കുവാണ്. അന്നേരം ഏതായാലും ഈ റൗണ്ടിൽ ഒരാള് എലിമിനേറ്റഡ് ആയേ പറ്റുള്ളൂ. ആ കൈനീട്ടം കിട്ടിയതിന്റെ ഒരു സുഹൃത്തിലായി നിൽക്കണല്ലേ ആപ്പിന്റെ അല്ലേ? അതാണ്. അന്നേരം ഇനിയിപ്പോ ഇത് ടൈ ആയതിന് ഉള്ളൊരു വഴി എന്ന് പറയുന്നത്, നമുക്ക് പണ്ട് അമ്പലത്തിലും പള്ളിയിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോ എങ്ങനെ അതിനെന്താ പറയാ? അതെ, ലോട്ടറി ടിക്കറ്റ് എടുത്ത് പോകണമല്ലേ, ഡിപ്പ് ചെയ്ത് നോക്കിയിട്ട് എടുക്കുന്ന മാതിരി അങ്ങനെ വല്ലതും ചെയ്യാം അല്ലേ? നിങ്ങൾ റെഡിയാണോ? എല്ലാവരും എടുത്തോ? നിങ്ങളും ആണല്ലേ? ഇപ്പം ഇതിന്റെ അകത്ത് നിങ്ങളുടെയും നിങ്ങളുടെ 2 പേരുടെ ചീട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് എടുക്കുന്നയാള്, ചീട്ടെടുത്ത് വായിച്ചു നോക്കുന്നയാള് ഗെയിൻ ചെയ്യും. പേര് വരാത്ത ആള് എലിമിനേറ്റഡ് ആണ്. നിങ്ങൾ 2 ഫാമിലി ആയിരുന്നു. റെഡിയാണോ? എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇതെന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. വളരെ സത്യമാണ്. വിഷു ദിനമാണ്, ഒരിക്കലും നുണ പറയില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുന്നു. ദിനാഷ് അനീഷ.
സുദേശ്, ലയ. ഏതായാലും നിങ്ങളൊപ്പം നിന്നില്ലേ? അന്നേരം ഇത് അവസാനം ഒരു ഇതിലാണ് ഇങ്ങനെയൊക്കെ വന്നത്. എങ്കിൽ തന്നെ നിങ്ങളെ വെറുതെ വിടാനോ വെറും കൈയോടെ വിടാനോ തീരുമാനിച്ചിട്ടില്ല, അങ്ങനെയൊട്ട് വിടത്തുമില്ല. വിവൽ ഹണിമൂൺ നിങ്ങൾക്കായിട്ട് ഒരു സ്പെഷ്യലി ഡിസൈനർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഡിന്നർ സെറ്റ് ഗിഫ്റ്റായിട്ട് നൽകുന്നു. നിങ്ങളിവിടെ വന്ന് പങ്കുകൊണ്ട് നിങ്ങൾ ഈക്വലായി വന്ന് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്നേഹം അറിയിക്കുക. എലിമിനേറ്റഡ് ആയി എന്നൊന്നും തോന്നരുത്. ഓക്കെ, ഞാൻ ആ സമ്മാനം നിങ്ങൾ വാങ്ങാനായി ഞാൻ നിങ്ങളെ വിളിക്കുക. ഇങ്ങോട്ട് വന്നാലും പ്ലീസ്. You're welcome and thank you for participating. Happy married life. Please. പരസ്പരം ഇഷ്ടങ്ങൾ കണ്ടെത്താനാകാതെ വിട പറയുന്നുവെങ്കിലും സ്വപ്നങ്ങളിൽ കണ്ട ഹണിമൂൺ ലക്ഷ്യത്തിൽ ഇവർ എത്താതിരിക്കില്ല.